السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. اتقوا الله عباد الله. عن عبد الله بن عمر رضي الله عنهما قال: سمعت رسول الله صلى الله عليه وسلم يقول. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നതായി ഞാൻ കേട്ടു: മനിഖ്തന കൽബൻ ഇല്ലാ കൽബ സൈദിൻ ഔ മാശിയത്തിൻ ഫഇന്നഹു യൻഖുസു മിൻ അജ്രിഹി കുല്ല യൗമിൻ ഖിറാതാനി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിഖ്തന കൽബൻ, ആരെങ്കിലും ഒരു നായയെ വളർത്തിയാൽ, ഇല്ലാ കൽബ സൈദിൻ ഔ മാശിയത്തിൻ, എന്നാൽ വേട്ടയ്ക്ക് വേണ്ടി ഒരാൾ നായയെ വളർത്തി, അത് കുഴപ്പമില്ല. അതുപോലെ തന്നെ കന്നുകാലികളെ നോക്കുന്നതിന് വേണ്ടി, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി വളർത്തി, അത് കുഴപ്പമില്ല. അതൊന്നുമല്ലാതെ അലങ്കാരത്തിനോ അതല്ലെങ്കിൽ നാട്ടിലൊരാചാരം എന്ന നിലക്കോ ഏതെങ്കിലുമൊക്കെ ഒരു നിലക്ക് ഒരാളൊരു നായയെ വളർത്തുകയാണ് എങ്കിൽ ഫഇന്നഹു യൻഖുസു മിൻ അജ്രിഹി കുല്ല യൗമിൻ ഖിറാതാനി, അത് അവൻ്റെ പ്രതിഫലത്തിൽ നിന്നും ഓരോ ദിവസവും 2 ഖിറാത്തുകൾ അത് കുറച്ച് കളയുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. ഒരു ഖിറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വത സമാനമായ അത്രയും പ്രതിഫലങ്ങളാണ് ഒരു ഖിറാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ 2 ഖിറാത്ത് ഒരു മനുഷ്യന്, ഒരാൾ നായയെ വീട്ടിൽ വളർത്തുന്നുണ്ട് എങ്കിൽ 2 ഖിറാത്ത് പ്രതിഫലം ദിവസവും അവൻ്റെ നന്മയിൽ നിന്നും അത് കുറഞ്ഞു പോകുന്നതാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. മാത്രമല്ല, മറ്റൊരു ഹദീസിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ തദ്ഖുലുൽ മലായികതു ബൈതൻ ഫീഹി കൽബുൻ, നായ ഉള്ള വീട്ടിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്നും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അധികം ആളുകളും നായയെ വളർത്തുന്ന ആളുകളോ മറ്റൊന്നുമല്ല. പക്ഷേ നമ്മുടെ കുടുംബത്തിലോ മറ്റൊക്കെ നായയെ വളർത്തുന്ന, അതിനെക്കുറിച്ച് ബോധ്യമില്ലാത്ത ആ രൂപത്തിൽ ആളുകൾ ഉണ്ട് എങ്കിൽ അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇത് എത്തിച്ചു കൊടുക്കുകയും അവരോട് നമ്മളിത് ഉപദേശിക്കുകയും ചെയ്യണം. കാരണം അങ്ങനെ ഒരാൾ നായയെ വളർത്തുകയാണ് എങ്കിൽ ദിവസവും അവൻ ചെയ്യുന്ന പ്രതിഫലം ചിലപ്പോൾ ഒരു പക്ഷേ 2 ഖിറാത്തുകൾ ഉണ്ടാവില്ല. അപ്പോൾ അത്രയും പ്രതിഫലം എല്ലാ ദിവസവും എന്ത് ചെയ്യും? അവർക്ക് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നമ്മുടെ ആഖിറത്തിൽ വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ദീനിൻ്റെ ശരീഅത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുമുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.